ആ തുണ്ട് കണ്ട് അടിപൊളി മൂവി കേട്ടോ, ചെന്ന് കാണാൻ പറ്റിയ മൂവിയാ. ചിരിപ്പിക്കാനുള്ളൊരു എന്താ പറയാ, നല്ല രസമുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആണ്. സൂപ്പറാണ്. ബിജുമേനോനും മകനും സൂപ്പറാണ്. ഷൈൻ ബാക്കി എല്ലാവരും എന്താ പറയാ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതൽ കഥാപാത്രങ്ങൾ കൊടുത്ത് ഡയറക്ടർ ഭയങ്കരമായിട്ട് കൊള്ളാം. നല്ല മൂവിയാണ്. ഞാൻ SSLC എഴുതാൻ പോവാ. ഞാനിപ്പോൾ അവരെ പറഞ്ഞോളൂ ഇരുന്ന് ചിന്തിക്കായിരുന്നു. ഞാനും മകനും കൂടി ചെന്ന് SSLC, പക്ഷെ തുണ്ട് എഴുതാൻ പറ്റുന്നില്ല. അത്രയും ബുദ്ധിയൊന്നും എനിക്കൂല, എൻ്റെ മകനും ഇല്ല. ഞാൻ എന്നെ കണ്ടാലോ എന്റെ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചറിയാം. ലോകമൊന്നൂതിയായിരുന്നു. തുണ്ട് എഴുതാനുള്ള വിവരം വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. മാന്യമായിട്ട് പഠിച്ചാൽ ചിലപ്പോൾ എഴുതിയിരിക്കും, ഇല്ലെങ്കിൽ തോക്കാനും കുഴപ്പമില്ല. മകൻ്റെ ഒപ്പം എഴുതാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. ഞങ്ങളെപ്പോഴും സ്ഥിരം സ്കൂളിൽ തന്നെയാണ്. എൻ്റെ മകൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം എക്സാം ടൈമാണ്. ഞാൻ എൻ്റെ അറിയുന്ന ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, കുട്ടികൾക്ക് ഈ ട്യൂഷൻ ക്ലാസ് വരെയും ഇല്ലാണ്ടാക്കിയിട്ട് ട്യൂഷൻ 24 hours ട്യൂഷൻ ആക്കാൻ പറ്റുക, 24 hours ട്യൂഷൻ വെക്കുന്ന പാരൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്യൂഷൻ വിട്ടിട്ട് കാവലിരുന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും പുസ്തകത്തിൻ്റെ അകത്ത് കയറ്റുന്ന പാരൻസ് ഉണ്ട്. ദൈവത്തോർത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. അവർക്കുള്ള ഇപ്പോൾ സ്കൂളുകളാണെങ്കിൽ പോലും സ്പോർട്സിലേക്ക് കടത്തി വിടാണ്ട് എക്സാമാണ്. എക്സാമിൻ്റെ സമയത്ത് സ്പോർട്സ് പോലും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം വേണ്ട ബാത്റൂം പോലും ഇല്ലാത്ത സ്കൂളുകളാണ് എക്സാമിൽ A+ വേണമെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയമില്ലാതെ ഒരു സ്കൂളിൽ ഇരിക്കാനുള്ള സാഹചര്യം എടുപ്പിച്ചു കഴിഞ്ഞാൽ പല സിനിമയിലും കാണിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ട ആവശ്യഘടകങ്ങൾ എന്തൊക്കെ. അതുപോലും ഇല്ലാത്ത സ്കൂളുകളാണ് A+ വേണമെന്ന് പറഞ്ഞത്. A+ വെറുതെ വരില്ല കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള. വെറുതെ എന്താ പറയുക, പുസ്തകം മാത്രം എടുത്ത് വെച്ച് കൊടുത്തിട്ട് കുറേ നേരം ഫുഡും വെച്ച് കൊടുത്ത് 3 നേരം ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ A+ കൊണ്ടുവരില്ല. അവർക്ക് വേണ്ട എന്താ പറയുക സ്പോർട്സ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുക. പറ്റാവുന്ന അത്ര അവർക്ക് മെമ്മറി പവർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, ആക്റ്റീവായിരിക്കണം, ബോഡി ആക്റ്റീവായിരിക്കണം, മെമ്മറി കറക്റ്റ് ആയിരിക്കണം. എപ്പോഴും പുസ്തകത്തിൻ്റെ അത് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക്. തുണ്ട് പടങ്ങാണ്, റിലാക്സ് ആകുക. അതായത് ഇപ്പം ഈ കാളിയുടെ മകനാണ് ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ തുണ്ട് പിടിച്ചെന്ന് വെച്ചു, അപ്പൊ കാളി എന്തായിരിക്കും കാളിയുടെ പ്രശ്നം? ഇത്രയും ബുദ്ധിനെ കണ്ടുവന്നിരിക്കും സത്യം. കാരണം അതെടുത്ത് ബുക്കിലേക്ക് ചെറിയ മണികളായിട്ട് എഴുതണമെങ്കിലും വേണ്ടേ ബുദ്ധി. അപ്പൊ എൻ്റെ മോന് അത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഹാപ്പി ആവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മോന് എന്താ പറയുക സാധാരണ കുട്ടികളെ പോലെ നടക്കാനായി കഴിഞ്ഞാൽ ഞാൻ ഫുൾ മാർക്കാണ്, എനിക്ക് A+ ആണ്. അതിലും മാർക്ക് അവൻ നല്ല എന്താ പറയുക നല്ല പെർഫോമൻസ്, ബോഡി ആക്റ്റീവ് ആയിരിക്കുക, മറ്റുള്ള കുട്ടികളെ പോലെ കളിക്കാൻ തുടങ്ങുക, ചിന്തിക്കാൻ തുടങ്ങുക. അപ്പോൾ തന്നെ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പാസ്സാണ്, ഫുൾ പാസ്സാണ്. എനിക്ക് പുസ്തകത്തിലും പേപ്പറിലും കിട്ടുന്ന A+ വേണ്ട. എൻ്റെ സ്കൂളിൽ എടപ്പള്ളി ഗവൺമെൻറ് സ്കൂളാണ്, മോള് പഠിക്കുന്ന വൈപ്പിംഗ് സഭ സ്കൂളിലാണ്. ടീച്ചർമാരോട് ഞാൻ പറഞ്ഞത് അവർക്ക് അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചാൽ മതി, എനിക്ക് അവർ A+ വാങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്തിന് D+ പോലും വേണ്ട, നല്ല കുട്ടികളായിട്ടിരുന്നാൽ മതി. എന്താ പറയുക, മറ്റുള്ളവർ ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇമോഷണലായിട്ട് കളിക്കാത്ത, മറ്റുള്ളവർക്ക് ദോഷമൊന്നും ചിന്തിക്കുന്ന ഒരു കാര്യം ചെയ്യാത്തൊരു വ്യക്തിയായിട്ട് വളർന്നാൽ എനിക്കതാണ് ഏറ്റവും നല്ലത്. അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഈ ഒരു ഇപ്പോൾ കണ്ടില്ലേ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ്, ഒരു എൻ്റെ വേഷം കണ്ടിട്ട് അടി വന്നിട്ട് വൃത്തിയുടെ കമൻറ്റ് ഇടുന്ന അതൊരു വിദ്യാഭ്യാസം അറിവായിട്ട് ഞാൻ കാണുന്നില്ല. അത് അറിവില്ലായ്മ, വിവരമില്ലായ്മ എന്ന് പറയും. കാളി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമാറാനുള്ള കഴിവ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണം, പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കുട്ടികൾക്ക് അറിയും വേണം അല്ലേ. വിദ്യാഭ്യാസം കിട്ടിയിട്ട് തെറ്റായ രീതിയിൽ യൂസ് ചെയ്യാനാണ് കൂടുതൽ പഠിക്കണേ. സ്കൂൾ ടീച്ചേഴ്സ് മാത്രമല്ല, പാരൻസ്. ഇപ്പോൾ ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ ആ കുട്ടികൾ ടീച്ചർമാർ നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ മാത്രം ചൂരിലെടുത്തടി അതൊക്കെ മാത്രം ചെക്ക് ചെയ്താൽ പോരാ. സ്കൂൾ കുട്ടികൾ ബാത്റൂം ഇപ്പോൾ പീരീഡ്സ് ആയ പെൺകുട്ടികൾ ലീവ് എടുത്തിരിക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ മോള് 3-4 ദിവസം വീട്ടിരുന്നു. കാരണം എന്താ, ടോയ്ലറ്റ് ഇല്ല, അത് മാറാനുള്ള സൗകര്യം. പിന്നെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ പരമാവധി ഗവൺമെൻറ് സ്കൂളിൽ ഇല്ല, കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പോർട്സ് ഇല്ല, ഒന്നുമില്ല. പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം അതും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ആ ഒരു വിഷയങ്ങളിൽ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളത്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ പരമാവധി അതൊക്കെ കുറവാണ്. പാരൻസിന് ഇത്ര ഇന്ന കാര്യങ്ങൾക്ക് പറ്റുള്ളൂ. പിന്നെ PT അംഗങ്ങളാണെങ്കിലും ശരി, എന്താ പറയുക, സ്റ്റേജിൽ കുറച്ച് കാര്യങ്ങൾ പ്രസംഗിക്കാൻ കുറച്ച് വിഷയങ്ങൾ വേണം. അല്ലാണ്ട് അടിയന്തരമായിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങളൊന്നും അല്ല അവർ കണക്കണേ. നമ്മൾ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് പാരൻസ് ഒന്നിച്ച് PTA മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, സ്കൂളിലെ ബാത്റൂം ഒക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ ഉണ്ടായി തന്നെ ഗവൺമെൻറ് സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. A+ തന്നെ വരും. പല കാര്യത്തിലും സ്മാർട്ടാവും കുട്ടികൾ. എൻ്റെ മകൻ IQൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കണമെന്ന് പറയാൻ ഡോക്ടറുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അവൻ SSLC ചെയ്താൽ ഞാൻ അവർ വേണ്ട, അവൻ തോക്കണമെങ്കിൽ തോക്കട്ടെ, ആ ഒരു മെൻറ്റാലിറ്റി പോകും. അതായത് അവന് പരിശ്രമിക്കാൻ ഒരു അവസരം കൊടുക്കും. അല്ലാണ്ട് A+ കിട്ടിയേ പറ്റുള്ളൂ, ഫസ്റ്റിൽ തന്നെ റിസൾട്ട് വരണം, ആദ്യത്തെ എക്സാമിൽ തന്നെ ഫസ്റ്റ് വാങ്ങണം, A+ വാങ്ങണം, ജയിക്കണം, അവന് വലിയ ഉദ്യോഗസ്ഥ. എന്തിന് ഇത്ര ചെറുതിൽ അവൻ്റെ തലയിൽ ഇത്രയും വലിയ ഭാരം വെക്കണം, അല്ലെങ്കിൽ അവളുടെ തലയിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 19 വയസ്സായി കെട്ടിച്ചു വിടണം.
എൻ്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിക്കും, നാട്ടുകാരെന്തിനാ തീരുമാനിക്കണേ? അവർ നല്ല വിദ്യാഭ്യാസം എത്ര പ്രായത്തിലും പഠിക്കാനുള്ളൊരു ധൈര്യം കൊടുക്കുക, തോറ്റാലും വീണ്ടും എഴുതാനുള്ള ധൈര്യം കൊടുക്കുക, തോറ്റാലും വീണ്ടും ജയിക്കാൻ പരിശ്രമിച്ചാലേ ജയിക്കുള്ളൂ. ഇതൊന്നുമില്ലാണ്ട് ജയം മാത്രം കിട്ടണം, ഫസ്റ്റിൽ തന്നെ ചാടുമ്പോൾ അപ്പം തന്നെ ഹൈ റേഞ്ചിലോട്ട് പോകണം, ചിന്തിക്കരുത്. കുട്ടികളെ കളിക്കാൻ വിടുക, ഗ്രൗണ്ട് എന്താണെന്നറിയാം, മുറിവ് പറ്റട്ടെ, ചെറിയ മുറിവിനൊക്കെ കരയാതിരിക്കട്ടെ, സ്ട്രോങ് ആക്കുക, അങ്ങനെ പല പരിപാടിയുണ്ട്. അവർക്ക് ക്ഷമയോടുകൂടി സംസാരിക്കാൻ കേൾക്കാൻ ഒരു സമയം കൊടുക്കുക, നമ്മളിരുന്ന് സംസാരിക്കുക, കേൾക്കുക. നമുക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാവും, ആ ദേഷ്യത്തിൽ പെർഫോമൻസ് നമ്മൾ പലതും കാണിക്കും, തല്ലും ചവിട്ടും ഒച്ചെടുക്കും. അത് കഴിഞ്ഞാൽ സോറി പറയാനുള്ള നമ്മുടെ സിറ്റുവേഷൻ അവരോട് പറഞ്ഞ് സോറി ഇന്ന കാരണം കൊണ്ടാണ് ദേഷ്യം വന്നതെന്ന് പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം എല്ലാം കിട്ടാം. തുണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ബിജു മേനോൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്, കളിക്കാൻ. അത് എല്ലാ പാരൻസിലും ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ പാരൻസും ചെറുതിൽ അതൊക്കെ ശരിക്കും കുട്ടികളെ പഠിച്ച് ഇന്നടത്ത് എത്തുന്ന പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മര്യാദ കിട്ടുള്ളൂ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലാമറിന് അപ്പുറത്തേക്ക് ഇപ്പോൾ കറുപ്പും വെളുപ്പൊക്കെ ഒരുപാടുണ്ട്, അതിനപ്പുറത്തേക്ക് എന്താ പറയുക ഒരു വാല്യൂ കിട്ടുന്നത് വിദ്യാഭ്യാസത്തിനാണെന്നുള്ളൊരു സീൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് പാരൻസ് കുട്ടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെയായിരിക്കും. ഇല്ല, ഒരിക്കലും അങ്ങനെയില്ല. കഴിവുണ്ടോ ഏത് പ്രായത്തിലാണെങ്കിലും വിൻ ചെയ്യും. അതിനൊരു അവസരം കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. സൂപ്പറായിരിക്കും.